ഹായ് ഫാമാഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു നാഷണൽ സെമിനാറിനെ പറ്റിയിട്ടാണ്. ഹോമിയോക്കസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ സെമിനാർ നമ്മുടെ മലബാറിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ വരുന്ന മെയ് 17-18 ഇത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കൂടുതലായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ രാജേഷ്, ഒന്ന് ഡോക്ടർ ഫിലിപ്സൺ ഐപ്പ്. രണ്ട് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ആൾക്കാരുമാണ് നമ്മുടെ ഈ ഒരു സെമിനാറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സെമിനാർ അവിടെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ അവിടെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത് നമ്മളെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട്? അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതിക്സ് കേരള എന്ന് പറയുന്ന കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ സംഘടനയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള. നമ്മൾ 100-ൽ കൂടുതൽ ശാസ്ത്ര സെമിനാറുകൾ ഇതിനകം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. വർഷം 3 ശാസ്ത്ര സെമിനാറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായി കേരളത്തിൽ വെച്ച് ഹോമിയോപ്പതിക്ക് മാത്രമായിട്ടൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടക്ട് ചെയ്തിരുന്നു. ഈ വർഷം ഇത് നമ്മുടെ ശാസ്ത്ര സെമിനാർ നാഷണൽ കോൺഫറൻസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അറൗണ്ട് 1000-ഓളം ഡെലിഗേറ്റ്സിനെയാണ് അറൗണ്ട് ഇന്ത്യ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഇപ്പം സംഘടന കേരളത്തിൽ ആണെങ്കിൽ പോലും നമ്മുടെ ഒരു നാഷണൽ സെമിനാർ എന്ന രീതിയിൽ പല സ്റ്റേറ്റിലുള്ള ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1000-ഓളം ഡെലിഗേറ്റ്സും 300-ഓളം സ്റ്റുഡൻസും, കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്റേൺസ്, കോളേജ് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പും ചെയ്യുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഇതിനൊപ്പം നമ്മുടെ ആനുവൽ മീറ്റ് നമ്മുടെ അസോസിയേഷൻ്റെ ആനുവൽ മീറ്റ് ഇതിനോടൊപ്പം കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ, ഹാക്ക് ഫോർ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ന്യൂ ഇന്നോവേഷൻസ് ഇൻ ഹോമിയോപ്പതി ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദ മെഡിക്കൽ സയൻസ് എന്ന രീതിയിൽ ന്യൂ ഇന്നോവേഷൻസിനെ കുറിച്ചൊരു സെക്ഷൻ, പ്ലസ് ഫാർമ എക്സിബിഷൻസ്. നമ്മൾ ഹോമിയോപ്പതിയിലെ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനെയും ചേർത്തുകൊണ്ട് ഫാർമ എക്സിബിഷൻ, അവരുടെ പുതിയ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് പുതിയ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുക, അവരുടെ മെഡിസിൻസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മെഡിസിൻ മാനുഫാക്ചറിലെ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഡോക്ടർമാരുടെ അടുത്ത് അവതരിപ്പിക്കാനുള്ള ചാൻസ് കൊടുക്കുക, അവരുടെ പ്രോഡക്റ്റ് ഡെമോ അവസരം കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് ഫാർമ എക്സ്പോ, ദെൻ അതർ ബിസിനസ് ഇന്നോവേറ്റീവ്സിനുള്ള എക്സ്പോയും നമ്മൾ കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ പാർട്ടിൽ സംഘടിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ മാത്രമുള്ള ആൾക്കാരാണോ നോക്കുന്നത്, അതോ പുറത്തുള്ള ഈ ഓൾ ഇന്ത്യയിലുള്ള ആൾക്കാരാണോ? നമ്മുടെ നാഷണൽ സെമിനാർസിൽ എല്ലാം ഓൾ ഇന്ത്യ ലെവലിലാണ് നമ്മൾ നടത്തുന്നത്. ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ഡോക്ടേഴ്സ്, പ്രധാനമായും ഡോക്ടേഴ്സ്, അറൗണ്ട് നമ്മൾ 1200 പേർക്ക് കപ്പാസിറ്റി ഉള്ള ഒരു ഹോളാണ് നമ്മൾ ഇതിന് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ 1000 ഡോക്ടേഴ്സാണ്. ഇതിലൊരു 500-ഓളം പേരും കേരളത്തിലുള്ള ആൾക്കാരായിരിക്കും. കേരളത്തിൽ തന്നെ നമ്മുടെ സംഘടനയിൽ മാത്രം 5000-ഓളം രജിസ്റ്റേർഡ് ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. രജിസ്റ്റേർഡ് ഡോക്ടർമാർ മാത്രമേ സംഘടന അംഗത്തുള്ളൂ. നമ്മുടെ സംഘടന 5000-ഓളം രജിസ്റ്റേർഡ് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്. പ്ലസ് 500-ഓളം പേര് കേരളത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഡോക്ടേഴ്സിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഈ പേപ്പർ പ്രസൻറ്റേഷൻ, ഹാക്ക് ഫോർ ഹെൽത്ത് ഇതേപോലത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും സെമിനാർ സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 300-400 സ്റ്റുഡൻസ് 2 വെന്യൂവിലായിട്ടാണ് അറ്റ് എ ടൈം പ്രോഗ്രാം നടക്കുക. 2 ദിവസവും 2 വെന്യൂവിലാണ് അറ്റ് എ ടൈം പ്രോഗ്രാം നടക്കുക. പിന്നെ ഞാൻ നിങ്ങളുടെ ബ്രോഷറിൽ കണ്ടായിരുന്നു, മധുരയ്ക്കും നെല്ലിക്ക, മധുരയ്ക്കും ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ടാഗ്ലൈൻ കണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ടാഗ്ലൈൻ കൊണ്ട് എന്താണ് പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി? കേരളത്തിലെ പ്രസന്റ് സിനാരിയോ വെച്ചിട്ട് ഹോമിയോപ്പതിക്ക് പബ്ലിക് അവയർനെസ്, അത് കമ്പയർ ടു ബാക്കിയുള്ള സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും പബ്ലിക് അവയർനെസ് വളരെ കുറവായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ് നടന്നു പോകുന്നത്. ഹോമിയോപ്പതിയുടെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ അഡ്വാൻസ്മെൻറ്റ് പബ്ലിക് റീച്ച് എത്തുന്നത് വളരെ കുറവാണ്. സോ കഴിഞ്ഞ നമ്മൾ കുറച്ച് കാലം 2 വർഷത്തെ നമ്മുടെ ഇനിഷ്യേറ്റീവ്സാണ് മാക്സിമം പബ്ലിക് റീച്ച് പ്രോഗ്രാം ചെയ്യുക എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മളെടുത്തത്. അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പായിട്ടാണ് ഒരു പബ്ലിക് വെന്യൂവിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം അല്ല, ഒരു പബ്ലിക് വെന്യൂവിൽ പബ്ലിക്കിന് വേണ്ടി ഒരു ഈവനിങ് സായാഹ്നം, അങ്ങനെയാണെന്ന് പറയുന്നത്, ഒരു ഈവനിങ് ബീച്ച് സൈഡിൽ ഒരു ഈവനിങ് പബ്ലിക്കിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ബീച്ച് സൈഡിലാണ്. അതിൻ്റെ കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം നമുക്കൊരു ബീച്ച് സൈഡാകും, വൈകുന്നേരം അവിടെ നടക്കാൻ വരുന്ന ആൾക്കാർ കാണും, അവിടെ ലെഷർസിന് വേണ്ടി നടക്കുന്ന ആൾക്കാർ കാണും, ദെൻ ഒരു പബ്ലിക് ക്രൗഡ് അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും. അപ്പം അവരുടെ ഇടയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് എത്തിക്കുക, പബ്ലിക്കിൽ എത്തിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. അത് 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിൽ ഹോമിയോപ്പതി ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻ്റ് ഉള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലാണ്. ദെൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമായ ഡ്രഗ് അബ്യൂസ്. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഒരു ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ഡോക്ടർമാരുടെ സംഘടന എന്നുള്ള രീതിയിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഡ്രഗ് എതിരെയുള്ള ക്യാമ്പയിൻ. പിന്നെ പല പ്രോഗ്രാംസ് നമ്മൾ ഈ കഴിഞ്ഞ 1 മാസമായി നടത്തി വരുന്നു. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്നുള്ള ഓൾ കേരള രീതിയിൽ ഒരു റീച്ച് കിട്ടുക എന്നുള്ള രീതിയിലാണ് ആ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹോമിയോപ്പതിയിൽ തന്നെ ഒരു പുതുതായിട്ടൊരു കോൺസെപ്റ്റ് ഒരു
അവതരിപ്പിക്കുന്നത്. അതായത് സ്റ്റാർട്ടപ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്ക് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ഈവൻറ്റ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഹാക്കത്തോൺ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാക്കത്തോൺ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്സിനൊക്കെ നിങ്ങൾ ഈ ഹാക്കത്തോൺ നിങ്ങൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് വേണ്ടി മാത്രമാണോ അതോ പബ്ലിക്കിന് വേണ്ടി മാത്രമാണോ ഈ ഒരു സംഭവം? നമ്മൾ ISK ഈ ഹാക്കത്തോൺ നടത്തുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും ഹോമിയോപ്പതി ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ് ഹാക്കത്തോൺ എന്നുള്ളൊരു രീതിയിൽ. അതെ, ഇപ്പം നമ്മൾ ഹോമിയോപ്പതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്, ഹോമിയോപ്പതി അഡ്വാൻസ്ഡ് മെത്തേഡിലേക്ക് ഡെവലപ്പ് ആവുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് വരുന്നില്ല എന്നുള്ള രീതിയാണ്. അതിനൊക്കെ ഒരു തടയിടുക എന്നുള്ള രീതിയിലാണ് ISK ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡോക്ടേഴ്സിന് ഹോമിയോപ്പതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിതിപ്പോൾ ഉദ്ദേശിക്കുന്നത് പബ്ലിക്കിനെ അല്ല ഹോമിയോപ്പതി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു AI പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്നു, ഞാൻ അതിൻ്റെ ഹയർ ആയിട്ടുള്ള ഡിസ്കഷനെ കുറിച്ചായിരിക്കാം, നല്ല ഹോമിയോപ്പതി പൊട്ടൻസി അല്ലെങ്കിൽ മെഡിസിൻ സ്കീംസ് അതിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് മെത്തേഡായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് വന്നത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ തുടങ്ങിയാലാണ് ഹോമിയോപ്പതിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് പോകുള്ളൂ. ഇനി നാളെ ആണെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കും, എന്താണ് ഹോമിയോപ്പതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ എന്തൊക്കെ. ഇപ്പോൾ നമ്മുടെ പല ഡോക്ടേഴ്സും ഏജ് ഉള്ളവരാണെങ്കിലും അഡ്വാൻസ് മെത്തേഡ്സിനെ കുറിച്ച് അവർ അവെയർ അല്ല. അവരൊന്ന് അവെയർ ചെയ്യുകയും അത് അവരുടെ ഹെൽപ്പിനും അതുപോലെ ഹോമിയോപ്പതിയിലെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇത് ആർക്കൊക്കെ ഈ ഒരു ഹോമിയോപ്പതി ഇതുണ്ടല്ലോ, ഈ ഹാക്ക് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് ഈവൻറ്റിന് ആർക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം? അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നിങ്ങളുടെ ഈ ഒരു ഇതിൽ? ആക്ച്വലി ഇത് ഈ ഹോമിയോപ്പതിയിൽ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഒരു നാഷണൽ സെമിനാർ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം ആക്സിഡൻ്റലി ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ്, PG ഗൈഡാണ്. അപ്പം അവിടെ പഠിപ്പിക്കുന്നിടത്ത് ഒരു സ്റ്റുഡൻറ്റ് കൊണ്ടുവന്ന ഒരു ഐഡിയ ആയിരുന്നു. പുള്ളിയുടെ നമ്മുടെ ബ്രീത്ത് അനലൈസ് ചെയ്തിട്ട് GIT ഡിസോർഡേഴ്സിനെ കുറിച്ച് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ AI ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പുള്ളി സംസാരിക്കുകയുണ്ടായി. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആകുന്നു എന്നാണ്. അപ്പോൾ ആ അഡ്വാൻസ്മെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ് വന്നാൽ മാത്രമേ ഒരു സിസ്റ്റത്തിൻ്റെ വളർച്ചയ്ക്ക് പറ്റുള്ളൂ. ആ അഡ്വാൻസ്മെൻറ്റ് സിസ്റ്റത്തിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഡോക്ടേഴ്സും അതേപോലെ അല്ലെങ്കിൽ ന്യൂ ഐഡിയാസിലേക്ക് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. കാലഘട്ടത്തിൻ്റെ മാറ്റം അനിവാര്യമായതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തത്. ഈ പ്രോഗ്രാമിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് തന്നെ അറിയാം, കൺസൾട്ടേഷൻ സോഫ്റ്റ്വെയർസ് ഇപ്പം അവൈലബിൾ ആണ്. പല കമ്പനീസും പല സോഫ്റ്റ്വെയർസും ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോമിയോപ്പതി സെക്ടറിലേക്ക് ഈ സോഫ്റ്റ്വെയർസിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം മെഡിസിൻ ട്രാൻസ്പോർട്ടേഷൻ. ഇങ്ങനെ നമുക്ക് ഒരു ഡോക്ടർക്ക് ഒരു ക്ലിനിക്കിൽ ഇരുന്നുകൊണ്ട് മാത്രം ഇതെല്ലാം ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പറ്റുന്ന ആർക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡയഗ്നോസിന് വേണ്ടി പുതിയ ന്യൂ ഐഡിയാസ് കൊണ്ടുവരാൻ കഴിയുന്ന ആൾക്കാർക്ക്, PG ഡോക്ടേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു PG ഡോക്ടറുടെ ഒരു ഐഡിയ ആയിരുന്നു, അല്ലെങ്കിൽ PG ഡോക്ടേഴ്സ്. ദെൻ എന്ത് അഡ്വാൻസ്മെൻറ്റും അല്ലെങ്കിൽ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓർ മാനേജ്മെൻറ്റ്, ഡെയിലി ഹോമിയോപ്പതി ക്ലിനിക് മാനേജ്മെൻറ്റ്, അങ്ങനെ എന്ത് സിസ്റ്റത്തിലും ന്യൂ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചുള്ള ആർക്കും ഇതിൽ പ്രസൻറ്റ് ചെയ്ത് ഡോക്ടർക്ക് മാത്രമല്ല പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷന് മാത്രമല്ല പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഒരു മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് ഒരു ടൂള് ഡെവലപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്, അയാൾക്കും വന്നതിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു വെനുവാണ്, ആർക്ക് വേണം, അല്ലെങ്കിൽ മെഡിക്കൽ സിസ്റ്റത്തിലെ ന്യൂ അഡ്വാൻസ്മെൻറ്റോ ന്യൂ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെയോ അല്ലെങ്കിൽ ന്യൂ ടെക്നോളജിയുടെയോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു വെനുവാണ്. അപ്പോൾ ഇത് ഈ ഒരു ചാനൽ കാണുന്ന ആർക്ക് വേണോ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ജൂറി പാനൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ആരൊക്കെ അവിടെ ജൂറി പാനൽ മെമ്പേഴ്സിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉള്ളത് കൊണ്ട് മാത്രം. അതിലൊരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ് ഒരാൾ കാണും, ഒരു മെഡിക്കൽ സയൻറ്റിസ്റ്റ് ഒരാളുണ്ടാവും, ഒരു ക്ലിനീഷ്യൻ എന്ന് പറയുന്നത് മിനിമം 20 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്ലിനീഷ്യൻ, പ്ലസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്വാളിഫൈഡ് ടീച്ചർ, ഒരു പ്രൊഫസർ അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ റാങ്കിലുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ റാങ്കിലുള്ള PG അടക്കം ഗൈഡ് ചെയ്യുന്ന ഒരു ഡോക്ടർ. അങ്ങനെ 4 പേരെ ഉപയോഗിക്കുന്നവരുള്ള ഒരു പാനലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾ അവിടെ നിന്ന് പ്രസൻറ്റേഷൻ ചെയ്തു, ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾ വിൻ ചെയ്തെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഈ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നെക്സ്റ്റ് എങ്ങനെയാണ്, നിങ്ങൾ എന്തെങ്കിലും ഫണ്ടിങ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു അവാർഡ് മണി പ്ലസ് ഒരു അവാർഡ്
നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബിക്കോസ് ഒരു ആയുഷ് സിസ്റ്റത്തിൽ ഒരു ന്യൂ ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ വെഞ്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരിക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അവാർഡ് മണി പ്ലസ് ഒരു അവാർഡ് നമ്മളിത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ആനുവൽ കോൺഫറൻസിൻ്റെ കൂടെ തന്നെ അവാർഡും കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ 2 വെന്യൂ അവിടെ ഉണ്ട്, ഒരു മെയിൻ വെന്യൂ ഒരു സബ് വെന്യൂ. ഈ പേപ്പർ പ്രസൻറ്റേഷൻസ് എല്ലാം സബ് വെന്യൂവിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊരു ഫസ്റ്റ് ഈവൻ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫുൾ ഡേ നാഷണൽ സെമിനാറിൻ്റെ ഇടയ്ക്കിൽ തന്നെ ഒരു 1 hour ഇതിനുവേണ്ടി മാറ്റി വെച്ച് ഒരു 5 to 10 പ്രസൻറ്റേഷൻസ് നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനിൽ നമ്മൾ വെച്ചേക്കുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കുറേ പേപ്പർ പ്രസൻറ്റേഷൻ നടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു, പിന്നെ പാനൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. ഇപ്പോൾ ഈ പേപ്പർ പ്രസൻറ്റേഷൻ ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അത് എങ്ങനെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് ചെയ്യാം? പേപ്പർ പ്രസൻറ്റേഷൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസ്, മെഡിക്കൽ ഹോമിയോ കോളേജിലുള്ള സ്റ്റുഡൻസിന് ഉദ്ദേശിക്കുന്നുണ്ട്. PGs ഉണ്ട്, ദെൻ ക്ലിനിക്കലായിട്ട് നടക്കുന്ന ഡോക്ടേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2 വിഭാഗമായിട്ടാണ് നടക്കുന്നത്. സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞൊരു സെക്ഷനും PGs പ്ലസ് ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സെക്ഷനുമാണ് നടത്തുന്നത്. നമ്മളിപ്പോൾ IHUKയുടെ ഈ വർഷത്തെ ഒരു പ്രോഗ്രാം ഇൻ്റർനാഷണൽ കോൺഫറൻസിലും നമ്മളിങ്ങനെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ നമ്മൾ നടത്താൻ സാധിച്ചു. വളരെ ഭംഗിയായിട്ടുള്ള പേപ്പേഴ്സ് നമുക്ക് കിട്ടുകയും നമുക്കത് വളരെയധികം സക്സസ്സിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആയിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം നാഷണൽ സെമിനാറിനും. കാരണം എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ റിസർച്ചസ് വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ അവെയർ ആവണം. അത് നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു കൺസെപ്റ്റ്, അവരുടെ എന്താണോ തീം, അത് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മുടെ ഇമെയിൽ ID ഇട്ട് അയച്ചു തരികയും നമ്മുടെ ജൂറി പാനൽ അത് ചെക്ക് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ ജൂറി പാനൽ പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളെ ജൂറി പാനലിനെ നിങ്ങൾ അങ്ങോട്ട് അവരെ വിളിച്ചു? അല്ല, അതിപ്പോൾ ജൂറി പാനൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെയിൽ വഴി തന്നെ ഇവർക്ക് റിപ്ലൈ കൊടുക്കുകയും അതിനുശേഷം നമ്മൾ ടെംപ്ലേറ്റ് കൊടുക്കും. അതിൽ അവർ പ്രസൻറ്റേഷൻ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു ടൈം കൊടുക്കും, ഒരു ടൈമും ഡേറ്റും കൊടുക്കും. ആ സമയത്ത് അവിടുത്തെ സബ് ഓഡിറ്റോറിയത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുക. അന്നേരം ജൂറി പാനലിൻ്റെ ജഡ്ജിങ്ങും അവിടെ കാണുന്നു. ഇതിനെന്തെങ്കിലും ഡെഡ് ലൈൻ ഉണ്ടോ? എന്നാൽ ഇത് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് April 30, ഈ മന്ത് 30 നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ മാസം 30-ന് മുമ്പ് അബ്സ്ട്രാക്റ്റ് നമ്മുടെ മെയിലിൽ നമുക്ക് തരണം. നമ്മളത് ക്ലിയർ ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒരു 10-ന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുക, May 10-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കേട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഒരു പാനൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പാനൽ ഡിസ്കഷൻ എന്ത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ അത്? പാനൽ ഡിസ്കഷൻ ആക്ച്വലി ലങ് ഡിസോർഡേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാനൽ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം, ലങ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അലർജി ഡിസോർഡേഴ്സ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കെല്ലാം അലർജി ഡിസോർഡേഴ്സ് ഇല്ലാത്ത കുട്ടികൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ നമുക്കിപ്പം വരുന്നത് അലർജി ഡിസോർഡർ അല്ലെങ്കിൽ ലങ് ഡിസീസസോ ആയിരിക്കും. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് ശേഷം ലങ് ഡിസീസസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. പല ആൾക്കാർക്കും പോസ്റ്റ് കോവിഡ് മാനിഫെസ്റ്റേഷൻസ് ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പം അതിൽ ഹോമിയോപ്പതിക്ക് എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ഡിസീസസ് മുതൽ കോവിഡ് ട്രീറ്റ്മെൻറ്റിൽ ഹോമിയോപ്പതി വളരെയധികം ഇമ്പ്രൂവ് റിസൾട്ട്സ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് റിസർച്ച് സ്റ്റഡീസ് വരെ ഉണ്ട്. അപ്പം ആ റിസൾട്ട്സ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലങ് ഡിസീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെർട്ട് ഡിസ്കഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 5ഓളം ഡോക്ടേഴ്സ് അവരുടെ ലങ് ഡിസീസ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, ലങ് ഡിസീസ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾസ്, എന്തൊക്കെ കോൺട്രോവേഴ്സീസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. അത് മാക്സിമം ഡോക്ടേഴ്സിനെ ഈ ലങ് ഡിസീസ് മാനേജ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുക. അതാണ് ആ പാനൽ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു മെയിൻ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ് അബ്യൂസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ കൺസപ്ഷൻ, ഇതുപോലത്തെ സിന്തറ്റിക് ഡ്രഗ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഹോമിയോപ്പതി സിസ്റ്റത്തിൽ നിങ്ങൾ എന്തൊക്കെ ഡി അഡിക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഡി അഡിക്ഷൻ ഇപ്പോൾ ഗവൺമെൻറ് സർക്കാർ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററുകൾ ഹോമിയോപ്പതിക്ക് സ്വന്തമായിട്ട് തന്നെയുണ്ട്. ഈ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിനകത്ത് ആൽക്കഹോൾ ഡി അഡിക്ഷൻ ഉണ്ട്, ദെൻ ടുബാക്കോ പോലത്തെ ഡി അഡിക്ഷൻസ്, അങ്ങനെ ഡ്രഗ്സൊക്കെ ഉണ്ട്. ഹോമിയോപ്പതിയിൽ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ചികിത്സയ്ക്കും ഹോമിയോപ്പതിയിലൊരു മാർഗമുണ്ട്, അല്ലെങ്കിൽ ഒരു മെഡിസിൻ ഉണ്ട്. എല്ലാത്തരം ചികിത്സയും ഹോമിയോപ്പതി അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഒരു ഡി അഡിക്ഷൻ കേസ് എന്ന് വരുമ്പോൾ ആ വ്യക്തിയുടെ മൈൻഡിലുണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷനാണ്. ഒന്നില്ലെങ്കിൽ ഒരു ഡിപ്രഷനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആങ്സിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മാനസികമായ എന്തെങ്കിലും ഒരു പിരിമുറുക്കങ്ങൾ വരുന്ന സമയത്താണ് നമ്മളാണെങ്കിൽ പോലും ഇത്തരം ഒരു ഡി അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു നമ്മളൊരു ശീലത്തിലേക്ക് പോകുന്നത്. ആ ദുശീലത്തിന് നമുക്ക് ഹോമിയോപ്പതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തി വരികയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരൻസ്
ക്ലിനിക്കുകളിൽ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കേസ് ടേക്കിംഗ് ആണ് എടുക്കുന്നത്. ആ വ്യക്തിയുടെ ഫുള്ളായിട്ട് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷൻസ് എല്ലാം എടുത്തിട്ട് അതനുസരിച്ചുള്ളൊരു പ്രിസ്ക്രിപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല, വേറെ സെഡേറ്റീവ്സ് ഒന്നുമില്ല, സ്റ്റിറോയിഡ് കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുമ്പോൾ അവരുടെ മൈൻഡിൽ തന്നെ ഇത് ആക്ട് ചെയ്യുകയും ബ്രെയിനിലെ ആ ഒരു അഡിഷൻ എന്നുള്ളൊരു രീതി തന്നെ മാറി വളരെ ബെറ്റർ ആവുകയും ചെയ്യും. പിന്നെ ആ വ്യക്തിക്ക് കൂടുതലൊരു മറ്റേ ഇമോഷണൽസൊക്കെ കുറയുവാനും അതുപോലെ ആ വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹോമിയോപ്പതിയിൽ വളരെയധികം സാധ്യതകളുണ്ട്. ഡി അഡിഷൻ അതുകൊണ്ടായിരിക്കണം വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് നാൾക്ക് നാൾ ബെറ്ററായി കയറി വരികയാണ്. സർക്കാർ തലത്തിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വിങ് തന്നെ ഡെവലപ്പ് ചെയ്യുകയും ഏകദേശം എല്ലാ ജില്ലകളിലും തന്നെ ഒരു വിങ് ഫോം ചെയ്യുകയും അതിന് ഡോക്യുമെൻറ്റ്സ് എല്ലാം സൂക്ഷിച്ച് വരുന്നുണ്ട്. ഹോമിയോപ്പതിക്ക് ഇപ്പോൾ അലോപ്പതി മോഡേൺ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ അവർക്ക് സ്റ്റിറോയിഡ് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഹോമിയോപ്പതിക്ക് ആകുമ്പോൾ അതെല്ലാം ഫ്രീ ആക്കിയിട്ട് ആ വ്യക്തിയെ കേൾക്കാനും ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഫാമിലിയിലെ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുക്കുകയും അതുവഴി ഇതിന് നല്ലൊരു റിസൾട്ട്, ആ ഒരു അഡിഷനിൽ നിന്ന് ആൾ പിൻവലിച്ച് നോർമൽ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനത്തെ അഡിക്ഷനുള്ള ആൾക്കാരെ എവിടെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എക്സാമ്പിൾ സർക്കാർ ഹോമിയോ ആശുപത്രിയിലാണോ അതോ വേറെ ഏതെങ്കിലും? അതിപ്പോൾ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറികളിൽ തന്നെ ഡി അഡിഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അല്ലാതെ ഡോക്ടേഴ്സ് തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ക്ലിനിക്കുകളിലും ചില ഡോക്ടേഴ്സ് ഡി അഡിഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ അതിനുള്ള മെഡിക്കേഷൻസും കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡോക്ടേഴ്സുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഡി അഡിഷനിൽ നിന്ന് ആ വ്യക്തിനെ മാറ്റി നിർത്താൻ പറ്റും. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഒരു സ്റ്റീറോയിഡോ അല്ലെങ്കിൽ ഉറക്കത്തിന് സ്ലീപ്പിംഗ് പിൽസോ അങ്ങനെ ഒന്നും കൊടുക്കണ്ട. ആ വ്യക്തി പഴയ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നത് വേറെ ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലാതെ പോകുന്നതാണ്. അതാണ് ഹോമിയോപ്പതിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഡി അഡിഷൻ സെൻറ്റേഴ്സ് നാൾക്ക് നാൾ പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് തലത്തിലും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എത്ര കാലം ചെയ്യേണ്ടി വരും? അതിപ്പോൾ നമുക്ക് ഇത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബൈസ്റ്റാൻഡേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും ആ വ്യക്തിയുടെ ബാക്കി ഇമോഷൻസും മെൻ്റലും കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഇത്ര നാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മെഡിസിൻ കൊടുത്തൊരു 1 മന്തൊക്കെ ആകുമ്പോഴേക്കും ആൾക്ക് അതിനോടുള്ള അഡിഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ വേറെ ഷിവറിങ് വരിക, ആൾക്ക് ബുദ്ധിമുട്ടുകൾ വരിക, ക്ഷീണം വരിക, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ്. ഈ ഹോമിയോപ്പതി രീതിയിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ളൊരു എഫക്റ്റ് ഒന്നും ഇവർക്കില്ല. ഒരു നോർമൽ ലൈഫിലേക്ക് ഇവർ ഗ്രാജുവലി ഡെവലപ്പായി വരികയാണ്. ആ ഗ്രാജുവലി ഡെവലപ്പായി വരുന്ന ഒരു ടൈം പീരീഡ് എന്തായാലും എടുക്കും. ഒരു 6 മന്തിൻ്റെ അടുത്ത് എന്തായാലും വരും. പക്ഷേ വേറെ അവർക്ക് അതുകൊണ്ട് വേറൊരു ഹാംഫുള്ളായിട്ടുള്ളൊരു അവസ്ഥകളും ഉണ്ടാകത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെമിനാറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി രജിസ്ട്രേഷൻ ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, കൺസേൺഡ് ആൾക്കാരെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.